കരുണയുടെ കരങ്ങളുമായി പള്ളിക്കരയിൽ ചാക്കോച്ചേട്ടനുണ്ട്. അഗതികൾക്ക് ആശ്രയ കേന്ദ്രമാവുകയാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം. അംഗീകാരങ്ങൾക്കും ആദരവിനും വേണ്ടിയല്ല പള്ളിക്കരയിലെ ചാക്കോച്ചേട്ടൻ അഗതികളുടെ സംരക്ഷകനാവുന്നത്. ദൈവവഴിയിലെ സേവനമാർഗത്തിന്റെ പ്രചാരകനാവുകയാണ് ഈ നല്ല മനുഷ്യൻ. 9 വർഷക്കാലമായി പള്ളിക്കരയിലെ ഒരു വാടക വീട്ടിൽ അഗതികൾക്കും രോഗബാധിതർക്കും തണലായി ജീവിതം നയിക്കുകയാണ് ചാക്കോച്ചേട്ടനും കുടുംബവും. തന്നെ പോലെ തന്നെ ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് തണലായും സാന്ത്വനമായും നിൽക്കണമെന്ന ഉൾവിളിയിൽ നിന്നാണ് ചാക്കോച്ചേട്ടൻ പ്രയാസം അനുഭവിക്കുന്നവരുടെ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തത്. ജീവിത വഴിയിൽ ഒറ്റപ്പെട്ടു പോയവർക്കും അനാഥർക്കും ഇന്ന് ചാക്കോച്ചേട്ടന്റെ ഭവനം ആശ്രയ കേന്ദ്രമാണ്. ചന്ദ്രഗിരി റോഡിൽ പള്ളിക്കരയിൽ റോഡരികിൽ വലിയ കോലാഹലങ്ങളും പ്രചരണങ്ങളുമില്ലാതെ പ്രവർത്തിക്കുകയാണ് ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം എന്ന സ്ഥാപനം. നാളിതുവരെയുള്ള സേവനങ്ങൾക്കിടയിൽ 800-ൽ പരം ആളുകൾ ഇവിടെ അഭയം തേടി സുഖപ്പെട്ടു പോയിട്ടുണ്ട്. തന്മനസ്സുകൾ നൽകുന്ന ചെറിയ സഹായം മാത്രമാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു നേരത്തെ അന്നം നൽകാനായി ചെറിയ നാണയത്തുട്ടുകൾ പോലും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ചാക്കോച്ചേട്ടനോടൊപ്പം ഇപ്പോൾ 30 അന്തേവാസികളുണ്ട്. മനസ്സിന്റെ താളം തെറ്റിയവർക്കും ഇവിടെ ഇടമുണ്ട്. ശുശ്രൂഷയും പരിചരണവും വേണ്ട പോലെ നടക്കുന്നുണ്ട്. സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു തന്നെ മുന്നോട്ടു പോകുന്ന പുനരധിവാസ കേന്ദ്രത്തിന് ചായോത്ത് ഒരു കെട്ടിടം പണിത് വരുന്നതായി ചാക്കോച്ചേട്ടൻ പറഞ്ഞു. ഞങ്ങൾ സമൂഹത്തിൽ ആവശ്യമുള്ള എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത മാനസിക രോഗികൾ, അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കൾ, ഇവരെല്ലാം ജീവിതാവസാനം വരെ ഭക്ഷണം, മരുന്ന്, വസ്ത്രം, കിടപ്പ് സൗകര്യങ്ങൾ ഇവ കൊടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ ആരെങ്കിലൊക്കെ നല്ലവരായ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരൊക്കെ തരുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ വീടുകളിൽ നിർത്തിയിട്ട് അവരവരുടെ വീടുകളിൽ നിർത്തിയിട്ട് മക്കൾ ഇല്ലാത്ത ഭർത്താക്കന്മാർ മരിച്ചുപോയ അമ്മമാരെ കുറേ ആൾക്കാരെ വീടുകളിൽ നിർത്തി നോക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഭക്ഷണത്തെക്കാൾ ഉപരിയായിട്ട് അസുഖമായി കിടക്കുമ്പം ആശുപത്രി കൊണ്ടുപോകാൻ ഒരാൾ പോയി നിൽക്കാനില്ല എന്നുള്ളതാണ്. ആ അവസരത്തിൽ ഞങ്ങൾ ഇവിടെയുള്ള ഞങ്ങളെപ്പോലെ ഉള്ളൊരു സഹായങ്ങൾ ചെയ്തിട്ട് ആണ് അവരെ ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ നോക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ വെച്ച് കിട്ടിയ പശ്ചിമ ബംഗാളിലെ ഗഫൂർ എന്ന കുട്ടിയെ സുഖപ്പെടുത്തി തിരിച്ചയച്ചിട്ടും ചാക്കോച്ചേട്ടന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനുമൊപ്പം കഴിയാൻ മടങ്ങിയെത്തിയ ഗഫൂർ ഇപ്പോഴും ഇവിടെ അന്തേവാസിയായി നിലവിലുണ്ട്. ഊമയായ ഗഫൂറിനെ ഉപ്പയും ഉമ്മയും ഇവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോവുകയായിരുന്നു. സേവനത്തിന്റെ വഴിയിൽ ചാക്കോച്ചേട്ടന്റെ കൂടെ ഭാര്യ ഷീലയും മക്കളായ സുസ്മിതയും മനുവും കൂടെയുണ്ട്. ചാക്കോച്ചേട്ടന്റെ പുനരധിവാസ കേന്ദ്രത്തിൽ സഹായവുമായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന പ്രസിഡന്റുമായ എ ഹമീദ് ഹാജി എത്തി. അന്തേവാസികൾക്ക് ആഹാരമൊരുക്കാനുള്ള സാധനങ്ങൾ കൈമാറിയാണ് അദ്ദേഹം മടങ്ങിയത്. മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട ചാക്കോ എന്ന പേരിൽ പെടുന്ന വലിയ ഒരു മനസ്സിൻ്റെ ഉടമ നടത്തുന്ന ഈ വൃദ്ധസദനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയത്, വാസ്തവത്തിൽ അത്ഭുതമെന്ന് പറയുന്നത് കേരളത്തിൽ 2000-ലധികം വൃദ്ധസദനങ്ങളും അനാഥഗതി മന്ദിരങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആണ്. പക്ഷേ അതിനൊക്കെ തന്നെ നടത്തിക്കാൻ വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളും ഗവൺമെൻറ് സഹായ സേവനങ്ങൾക്കും ഒക്കെ ലഭിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും മാത്രം അവിടെയാണ്. അതും വികലാംഗനായ ചാക്കോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇവിടെ വരുന്ന അന്തേവാസികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അവരുടെ അംഗശുദ്ധി വരുന്നതടക്കം മാനസിക രോഗികളാണ്. അവരെ കുളിപ്പിക്കുക, അവരെ വൃത്തിയാക്കുക, ഇതൊക്കെ സ്വന്തം ഭാര്യ നിർവഹിക്കുക എന്ന് മാത്രമല്ല. 2 മക്കൾ ഇവർക്കുണ്ട് ചാക്കോച്ചന്, ഒരു ആൺകുട്ടിയും പെൺകുട്ടി. അവർ വിദ്യാർത്ഥികളാണ്. അവരെയും കൂടി ഈ സദനത്തിൽ പാർപ്പിച്ചുകൊണ്ട് അവരുടെ സ്വന്തം രക്ഷകർത്താക്കളെ പോലെ ഇവിടെ വരുന്ന അന്തേവാസികളെ കരുതി, ഇവരുടെ മക്കളെപ്പോലെ കരുതി ഇവർക്ക് സ്നേഹമൊക്കെ വാരിക്കോടി കൊടുക്കുന്ന കാണുമ്പോൾ അത്ഭുതം ആണ്. ഗവൺമെൻറ് ഇടപെടണം. ഈ നാട്ടിലെ എല്ലാ സന്നദ്ധ സംഘടനകളിലും സാമൂഹിക പ്രവർത്തകന്മാരും കഴിവുള്ള ആളുകളൊക്കെ തന്നെ ചാക്കോച്ചൻ്റെ ഈ ഭവനമൊന്ന് സന്ദർശിച്ച് ഇവർക്ക് ഇവിടുന്ന് സഹായ സേവനങ്ങൾ ചെയ്തു കൊടുത്ത് ഇവരിവിടെയുള്ള നമ്മുടെ രക്ഷകർത്താക്കൾക്ക് പ്രായത്തിന് തുല്യമായ ആളുകൾ, അത് നമ്മുടെ രക്ഷകർത്താക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കി ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. സന്മനസ്സുള്ളവരും ജീവിത തിരക്കിൽ മുഴുകുന്നവരും ഒരിക്കലെങ്കിലും എത്തണം പള്ളിക്കരയിലെ ജീവിതം സേവനമാക്കി ജീവിക്കുന്ന ഈ നല്ല മനുഷ്യനെ കാണാൻ. സിറ്റി വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ സുനിൽ കുമാറിനോടൊപ്പം അനിൽ പുളിക്കാൽ.